ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം. മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ഏത് ക്ലാസ്സിലാ? പ്ലസ് ടു ആയോ? പക്ഷെ പ്ലസ് ടു കഴിഞ്ഞു. ഞാൻ 5ലോ 6ലോ ആയിരിക്കും. എവിടെ സ്ഥലം? കല്ലറ. സുമ. എന്ത് ചെയ്യുന്നത്? സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ചേച്ചിയാണ് ഇവിടെ ഭയങ്കര താല്പര്യം കാണിച്ച് എല്ലാവരും പിടിച്ചു നിർത്തി എനിക്ക് ഈ പ്രോഗ്രാം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു വന്നത്. എന്ത് ചെയ്യുന്നു? വില്ലേജിൽ വർക്ക് ചെയ്യുന്നു. എല്ലാവരും കല്ലറ ഉള്ളതാണല്ലേ? ഒരു ഫാമിലിയാണോ? ഫാമിലിയാണോ? റിലേറ്റീവ് ആണ്. ഓക്കെ. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. രസകരമായ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ്. അതിന് അതേപോലത്തെ ആൻസർ എനിക്ക് തിരിച്ചു തരണം. ഓക്കെ. 20 സെക്കൻഡിൽ അറിയാവുന്ന ആൻസർ പറയുക. കൂടുതൽ പറയുന്ന ആരാണോ അവരാണ് വിജയി. അത്രയേ ഉള്ളൂ. 10 എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതെന്നറിയോ? യെസ്, കറക്റ്റ് ആൻസർ. അതൊക്കെ പഠിച്ചു വെച്ചേക്കുവാ. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. താമസിക്കാൻ പറ്റാത്ത വീട് ഏതാണ്? ഒരു ജീവിയുടെ വീടാ. പറ്റാത്ത വീട് നമുക്ക് മനുഷ്യർക്ക് താമസിക്കാൻ പറ്റത്തില്ല. ജീവിയുടെ വീടാണ്. ജീവിയുടെ പേരാ. വീട് ആൻസറിൽ വരുന്നുണ്ട്. താമസിക്കാൻ പറ്റാത്ത വീട്. കളിവീടല്ല. നമ്മുടെ വീട്ടിലേക്ക് കൂടെ വരുമ്പോൾ അടിച്ച് ദൂരെ കളയും. വീട് അതിന്റെ ഫ്രണ്ടിൽ ഒരു ഒറ്റ അക്ഷരം ഒരു ചിഹ്നവും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് സംഭവം ആൻസറായി. വീട്ടിലേക്ക് വരൂ. ചീവീട് കറക്റ്റ് ആൻസർ ആണ്. ആര് പറഞ്ഞൊന്നു? ഇതൊന്നും ഇവിടെ അനുവദിക്കുന്നതല്ല. അടുത്ത ക്വസ്റ്റ്യൻ മുതൽ ആൻസർ ആകും. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയുണ്ട്. എന്നറിയോ? മീൻ. യെസ്, കറക്റ്റ് ആൻസർ. ഞാൻ പറയുന്നത് എനിക്ക് അറിയാം. ഞാൻ ഇങ്ങോട്ടേനെ നോക്കിയത്. അപ്പോൾ 3 പേരും ഓരോ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. ഞാൻ 4ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. 2 ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. പക്ഷേ അതിൽ ഒരു ബക്കറ്റിൽ ദ്വാരമുണ്ട്. എങ്കിലും അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോയില്ല. കാരണം എന്ത്? 2 ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. അല്ല, ഒരു ബക്കറ്റിൽ ദ്വാരമുണ്ട്. പക്ഷെ അന്നെങ്കിൽ ആ ബക്കറ്റിൽ നിന്ന് വെള്ളം പുറത്തു പോയില്ല. കാരണം എന്ത്? 2 ബക്കറ്റിലും വെള്ളമുണ്ട്. 2 ബക്കറ്റിലും വെള്ളമുണ്ട്. ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട് ആൻസർ. 2 ബക്കറ്റിൽ വെള്ളമുണ്ട്. ബക്കറ്റിൽ വെള്ളമുണ്ട്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയായിരുന്നോ? ആൻസർ അറിയായിരുന്നു അല്ലേ? എനിക്കറിയായിരുന്നു. എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. പൊതുവെ കോമായിട്ട് എല്ലാവരും കേൾക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അച്ഛൻ വന്നു എന്ന് പേര് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട്. എന്നറിയോ? അച്ഛൻ. പപ്പായ. യെസ്, കറക്റ്റ് ആൻസർ. പപ്പായ. 2 ഭയങ്കര. ഇതാരാ? മോനാണ്. അപ്പൊ അമ്മയും മോനും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാമി. അടുത്ത ക്വസ്റ്റ്യൻ. മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ഒരു കട ഉണ്ട്. ഏതാണ് ആ കടം? മരിക്കാൻ വരെ കാരണമായേക്കാവുന്ന ഒരു കടം. എന്താണ് ആ കടം? മുടുക്കി. അപ്പൊ അറിയാം കുസൃതി ചോദ്യങ്ങളൊക്കെ. അതാണ് എടുത്തു ചാടി വന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. വിദ്യയുടെ 50 പവൻ കളഞ്ഞു. ദീപയുടെ അരപ്പവന്റെ കമ്മലും കളഞ്ഞു. അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്? വിദ്യയുടെ 50 പവൻ. കാരണം അത് 50 പവനും ഇത് അരപ്പവനും അല്ലേ? അതല്ല, ആൻസറിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്. വിദ്യയുടെ 50 പവൻ കളഞ്ഞു. വിദ്യയുടെ 50 പവനും പോയി, ദീപയുടെ അരപ്പവനും പോയി. അപ്പൊ ആദ്യം ആരുടേതാണ് അന്വേഷിക്കേണ്ടത്? ആദ്യം നമ്മുടെ വിദ്യ എന്നേ പറയത്തുള്ളൂ അല്ലേ, കോമൺ ആയിട്ടുള്ളവര്. പക്ഷെ അതിനുള്ള കാരണമുണ്ട്. കാരണം കൂടി പറയണം. എന്താണ്? ഒരു പഴഞ്ചൊല്ല് ഉണ്ട് അതിനെപ്പറ്റി. വിദ്യയുടെ ധനമല്ലേ പോയത്? കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ കൊടുക്കാൻ പറ്റൂ. വിദ്യാധനം സർവധനാൽ പ്രധാനം.
അപ്പോൾ വിദ്യയുടേത് മാത്രമേ അന്വേഷിക്കാൻ പറ്റൂ അല്ലേ? യെസ്, കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടിച്ചിട്ടും തിരിച്ചടിക്കാത്തത് എന്താണ്? അടിച്ചിട്ടും തിരിച്ചടിക്കാത്തത് എന്താണ്? നമ്മൾ എത്ര വേണമെങ്കിലും ഇതിനെ അടിച്ചുകൊണ്ടേയിരിക്കും, ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളിൽ. പക്ഷെ തിരിച്ചടിക്കില്ല. ചൂലല്ല, ചൂല് നമ്മൾ അടിക്കുന്നില്ലല്ലോ, അല്ലാത്ത അടിയില്ലേ. ഇത് നമ്മൾ അല്ലാതെ അടിക്കുന്നത്. തുണിയല്ല, അലക്കുമ്പോൾ പിന്നെ അത് തിരിച്ചടിക്കും. അതൊക്കെ ഭയങ്കര കറക്റ്റ് ആൻസർ തന്നെയാണ് കേട്ടോ. നമുക്ക് പോയിന്റ് കൊടുക്കാല്ലേ ഇതിന്. തുണി നമ്മൾ അല്ലാതെ അലക്കി അടിക്കത്തില്ല, ഇത് തിരിച്ചടിക്കത്തില്ല. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, പോയിന്റ്. അതുപോലെ ചെണ്ട എങ്ങനെ കുഴപ്പമില്ല, ഇവിടെ പോയിന്റ് ഇരിക്കട്ടെ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എത്ര മാർക്കായി? 3 ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ ആരുടെ അങ്ങനെ ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കേൾക്കാൻ ചെവിയുണ്ട്, സംസാരിക്കാൻ വായയുണ്ട്, എന്നാൽ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒന്ന് എന്താണ്? കേൾക്കാൻ ചെവിയുണ്ട്, സംസാരിക്കാൻ വായയുണ്ട്, പക്ഷെ എന്നാൽ മനസ്സിലാവത്തില്ല. മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഇല്ല ആ സാധനത്തിന്. എന്താണ്? നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനം. എപ്പോഴും നമ്മൾ ആ ഒരു സാധനം യൂസ് ചെയ്യും. യെസ്, കറക്റ്റ് ആൻസർ ആണ്. മൊബൈൽ ഫോൺ എപ്പോഴും യൂസ് ചെയ്യണ സാധനം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതാണ് ഓർമ്മ വന്നത് കേട്ടാ. എനിക്കറിയാം ഈ ഒരു ക്ലൂര് വീഴുമെന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി ആകെ ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. എല്ലാവരും മുഖം മറയ്ക്കുന്നത് എപ്പോഴാണ്? എല്ലാവരും നാണം വരുമ്പോൾ മുഖം മറയ്ക്കാൻ അത് കോമൺ ആയിട്ട് അല്ലെ. ഈ ഒരു സംഭവം വരുമ്പോഴത്തേക്ക് എല്ലാവരും മുഖം മറയ്ക്കും. കൊറോണ അല്ല, എല്ലാവരും മുഖം മറയ്ക്കുന്നത്. എല്ലാവരും മുഖം മറയ്ക്കുന്നത് എപ്പോൾ? മരിക്കുമ്പോൾ മൂടുന്നത് എല്ലാ പേരും, എല്ലാ ജാതിയിലുള്ളവരും അങ്ങനെ മൂടത്തില്ലല്ലോ. അപ്പൊ അത് പറയാൻ പറ്റത്തില്ല. വേറെ എന്തെങ്കിലും? ഇത് എല്ലാ പേരും ഈ ഒരു സംഭവം വരുമ്പോൾ എല്ലാവരും മുഖം മറയ്ക്കുന്നത് എപ്പോഴാണ്? ഒരു സാധനം വരുമ്പോഴാണ് മുഖം മറയ്ക്കണം. ആരായാലും മുഖം മറച്ചു. വെയിലും മഴയൊക്കെ കൊള്ളുമ്പോൾ ഈ ഒരു സാധനം വരും നമുക്ക്. അതിന് മുമ്പൊക്കെ വരും. ഇനി അടിക്കാൻ വെയിലും മഴ പിടിച്ച് മഴ കൊള്ളുമ്പോൾ നമുക്ക് ഈ ഒരു സാധനം ആദ്യം ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പനിയൊക്കെ കയറും. ജലദോഷവും അതിന് മുന്നേ ആ ജലദോഷത്തിന് ബന്ധപ്പെട്ടൊരു സംഭവം വരും. തുമ്മൽ, അലർജി, തുമ്മുമ്പോൾ ആരായാലും മുഖം മറക്കുമല്ലോ അല്ലേ? കറക്റ്റ്. ഇവിടെ തുമ്മി വരെ കാണിച്ചു തരിക. എന്താന്ന് വെച്ചിട്ട് പേര് സുമ. അപ്പോൾ ഇന്നത്തെ ഇൻജോർജ് പ്രോഗ്രാമിൽ 14 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു വിജയ് സുമ ചേച്ചിയാണ്. ചേച്ചിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസിന്റെ റിപ്പോർട്ടറായ രഖിലയെ ക്ഷണിച്ചു. ഇൻജോർജ് പ്രോഗ്രാമിന്റെ വിജയ് രാജ് ചേച്ചിയാണ്. ചേച്ചിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസിന്റെ റിപ്പോർട്ടറായ രഖില കൃഷ്ണയെ ക്ഷണിച്ചോളും. ഇൻജോർജ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതിലേക്ക് ബൈ.